ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഒമാനിലെ മുസണ്ടത്താണ് കേട്ടോ. അപ്പോൾ മുസണ്ടത്തെ കാഴ്ചകളുടെ രണ്ടാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു, ബോട്ടൊക്കെ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ക്ഷീണമുണ്ട്, വെള്ളത്തിലൊക്കെ ആറാടിയതല്ലേ, അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ ബാക്കിയുള്ള ആക്ടിവിറ്റീസാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചതാ ഇങ്ങനെ വിശ്രമിക്കുകയാണ്. അതിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നല്ല അടിപൊളി കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. മലനിരകളാണ് ചുറ്റിലും. രണ്ടില്ല, അതിൻ്റെ മുകളിലൊക്കെ ചെറിയ മരങ്ങൾ നിൽക്കുന്നൊക്കെയാണോ. അപ്പോൾ നമ്മളിതാ പുറപ്പെട്ടു കേട്ടോ. ഇനി നമ്മൾ നടുക്കടൽ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇനിയിപ്പോൾ ഉള്ളത് ഫിഷിംഗ് ആണ് കേട്ടോ. അപ്പോൾ നല്ല വെതർ കണ്ടീഷനാണ്, അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഫിഷിങ്ങിനാണ് പോകുന്നത് കേട്ടോ. നമ്മളെ പുറകിലിതാ ബനാന വരുന്നുണ്ട്. ബനാന വേണ്ട, പക്ഷികളിങ്ങനെ പറക്കുന്നു. നമ്മൾ വന്നത് ആ ഒരു ഭാഗത്താണ് കേട്ടോ. അപ്പോൾ ആ ഭാഗത്താണ് നല്ല രീതിയിൽ വെയിലടിക്കുന്നത്. ആ ഭാഗത്താണ് നമ്മൾ വന്നത്. നമ്മുടെ പുറകെ ഇത് വരുന്നുണ്ട്, നമ്മളെ ബോട്ട്. അടുത്തിരിക്കില്ല ആൾക്കാരുള്ളോ ഇതൊന്ന് ഏറല്ലോ പോകുന്ന സാധനം. ചാടിച്ചാടിയാ പോണേ. ചാടിച്ചാടിയാണല്ലോ പോകുന്നത്. Here we are, guys. This is the Lion Cave stone. If anyone want to take photo, this is the Lion Cave stone, the most popular place here in Oman. Very old place. This stone natural inside the cave in the summer. For example, if the temperature outside, for example 45, inside it will be around 30, 27. If anyone want to take photo or video, we will go other side. Here is two small cave. Guys, we will here for 2 minutes. Anyone want to take photo or video, and then we will move to other place for fishing. ഒരു
കേവാണ് കേട്ടോ, നാച്ചുറലി ഉണ്ടായ ഒരു കേവാണ്. നോക്കിയിട്ട് എന്താ അല്ലേ, അടിപൊളി. ഒരു നാച്ചുറൽ കേവാണ്. അതുപോലെ തന്നെ മലനിരകളുണ്ടോ, രസം കാണാൻ. ഫുള്ള് വെള്ള കളർ കേട്ടോ, ചുണ്ണാമ്പെല്ലാണോ ഒന്നും ഉണ്ടാവുന്നില്ലേ. കുറച്ചും കൂടി അങ്ങോട്ട് പോകട്ടെ, മുമ്പിലേക്ക്. ആ ഈ ഭാഗത്തും ഉണ്ടല്ലേ നാച്ചുറൽ കേവ്, പ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ടത്. നാച്ചുറൽ. ഈ കല്ലിൻ്റെ ഒക്കെ വലിപ്പം നോക്കിയാ, ഇങ്ങനെ വീണതാണോ മേലെ ഇങ്ങനെ വീണ പോലെ തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫിഷിങ്ങിനാണ് പോകുന്നത് കേട്ടോ. മിഡിൽ എക്സ്പ്രഷനിലെ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് ഫിഷിങ്. അതുകൊണ്ട് ആ ഭാഗത്ത് ഒരു കൂട്ടം പക്ഷികൾ കൂടിയിരിക്കുന്നുണ്ടോ. ഇപ്പോൾ സ്പീഡ് ബോട്ട് നമ്മൾ ബനാന ബോട്ട് കഴിഞ്ഞ് കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ചില്ല. അപ്പോൾ തിരിച്ച് നമ്മളെ പിക്ക് ചെയ്യാൻ വന്നത് ഒരു ബോട്ട് ഉണ്ടായിരുന്നില്ല, അതിൽ തന്നെ സ്പീഡ് ബോട്ട് ആക്ടിവിറ്റിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്പീഡ് ബോട്ട് കഴിഞ്ഞ് ഇനിയിപ്പം ഫിഷിംഗ് എന്നുള്ള ആക്ടിവിറ്റിയാണ് ഇനി പെൻഡിങ് ആയിട്ടുള്ളത്. ഇവിടെ എന്തൊരു നിറമാറ്റം, വേസ്റ്റിൽ ഒഴിച്ചിട്ടുണ്ടോ, നിറമാറ്റം ഉണ്ടോ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഫിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് താഴെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ കവർ ചെയ്തത് ഒന്ന് ബനാന ബോട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കടലിൽ കുറച്ച് നേരം അർമാദിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ സ്പീഡ് ബോട്ടും പിന്നെ കയാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഫിഷിങ്ങിന് വരുന്ന വഴിക്കാണ് നമ്മളൊരു നാച്ചുറൽ കേവ് കണ്ടത് കേട്ടോ. അത് പ്രകൃതിയാൽ രൂപപ്പെട്ടൊരു കേവാണ്. അപ്പോൾ അതിന് 2 സൈഡുണ്ട് കേട്ടോ, 2 സൈഡായിട്ടാണ് അത് ആ കേവ് ഉള്ളത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ആക്ടിവിറ്റിക്ക് വേണ്ടി വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഫിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴുള്ള വ്യൂ കണ്ടില്ല, അതുകൊണ്ടോ എന്താ മലനിരകൾ നോക്കിയേ, നല്ല അടിപൊളി മലനിരകളാണ്. അതുപോലെ തന്നെ നമ്മളാ വന്ന വഴിയൊന്നും കാണുന്നില്ല, അതൊക്കെ അങ്ങ് ദൂരെ മാഞ്ഞ രീതിയിലാണല്ലോ കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്, ഫിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടോ. അപ്പോൾ ഈ ഒരു ടൂറ് കണ്ടക്ട് ചെയ്യുന്നത് അറബ് എക്സ്പെഡീഷൻ എന്ന് പറയുന്നൊരു ടൂർ പാക്കേജിങ് കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ചെയ്ത ആക്ടിവിറ്റീസൊക്കെ നല്ല അടിപൊളി ആക്ടിവിറ്റീസ് തന്നെയായിരുന്നു. ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇനി താഴത്തേക്ക് പോവാണ് ഫിഷിംഗ് കാഴ്ചകളൊക്കെ. അപ്പോൾ എന്തായാലും നമുക്കിനി താഴത്തോട്ട് പോകാം അല്ലേ. അപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറങ്ങുകയാണേ. ഇപ്പോൾ 2 സൈഡൊന്നും ചൂണ്ടയിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതെങ്ങനെയാണ് മീൻ പിടിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അമ്മേ, ഇതെങ്ങനെയാണ് മീൻ പിടിക്കുന്നത്? മീൻ കുടുങ്ങിയോ? അതെങ്ങനെ അറിയും മീൻ കുടുങ്ങിയെന്ന്? ഇരയിട്ടിട്ടുണ്ടോ?
ഇഷ്ടംപോലെ ഉണ്ടല്ലേ മീനുകൾ. What is that? A transparent? I don't think so. It's fish. Something else. It's not fish. Small That is not fish. It's not fish. small. Ah, yeah, small one. No, something. കിട്ടിയടാ, കിട്ടിയാ? കിട്ടൂല. വലിയ ജലീഷൊക്കെ പിടിക്കാനുള്ള പണിയാ. വീട്ടിൽ പീസായിക്കോ. ഞാൻ വലിച്ചെടുക്കും. പിന്നെ തിമിംഗലത്തിന്റെ എന്റെ അടുത്താ കളി. കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. എല്ലാരും ഫിഷിങ്ങിന്റെ തിരക്കിലാട്ടോ. തീരുമാനമായോ? എന്തെങ്കിലും കിട്ടിയാ? എന്താടാ മുത്തേ, കിട്ടിയടാ? പിടി, വല വീശടാ. കയറിട്ടിട്ട് എന്താ വല വീശി. കയറിട്ട് ശ്രാവ് ഇപ്പൊ വരും, കാത്തിരിക്ക. ചൂണ്ടമ്മ പിടിക്കാനായിട്ടില്ല. കണ്ണഞ്ചാൾ കിട്ടും. ഇനി പിടിക്കാം. ഇവിടെ കൊടുത്തിട്ടോ അവിടെ കേറില്ല. അതെ, മതി മതി. മരിച്ചു കയറ്റി ആകുമ്പോൾ ചുറ്റി മതി, ചുറ്റി കയറ്റി മതി. അല്ലെ കുറെ നേരത്തെ അയാൾ പറഞ്ഞു കയറ്റാൻ പാടില്ല. ഇവിടെ ഒരാൾക്ക് കിട്ടിട്ടോ. ബ്രോ ബ്രോ എന്റെ മോനെ. ആ ബ്രോ കിട്ടി കിട്ടി. പിരാനെ bro. Good. This is my first fishing in life. I never did before. Yeah. Good, brother. Good, yaar. Good job. Nice fish. Yeah. Clap, clap, clap. അല്ലേ ഞങ്ങൾക്ക് കിട്ടി. എല്ലാവരും ഒന്ന് കൈയടിക്ക. Come on. Good fish. Good, brother. Again, go. Come. Catch another one. Let's get another one. Oh, record. Yeah. How we will take this? You going to sell it? What is this? Dead? Good, did you put it? Nice. Who? Sell it to him himself. Come, get another fish and come. We'll fish once again. അടിപൊളി കേട്ടോ അത്. അങ്ങനെതാ നമ്മുടെ ബായ്. Okay. They throw. They put it back in the sea. The lady said it's still alive. So they wanted to
വലിക്കുന്നുണ്ട് അവരില്ലേ ടീമും കൂടി വലിച്ച് ഇത് അവരുടെ മീനാന്നൊക്കെ പറഞ്ഞല്ലോ എന്നിട്ട് അതെ അവര് പറഞ്ഞു എന്റെ മീനാണ്. ആ പോട്ടെ. പക്ഷെ അടിയിലാട്ടോ ബ്രോ, അടിയിൽ മൊത്തം റിലീസ് ചെയ്ത് മൊത്തം റിലീസ് ചെയ്യുമ്പോൾ രൗണ്ടാണ് ഞങ്ങൾ അത് കയ്യിലിട്ടോ, കയ്യിൽ ഇങ്ങനെ ഇട്ടോ, വള പോലെ ഇട്ടോ, അതിന് തന്നെ പോയിക്കോളൂ. അത് വിട്ടോ വിട്ടോ, അത് പോയിക്കോട്ടെ. ഒന്നുമില്ലല്ലോ പോയിട്ട് കാര്യം വലിച്ചേട്ടണോ? അപ്പോൾ ഫിഷിങ് ചെയ്യണം കേട്ടോ, ലൈഫിൽ ആദ്യമായിട്ട് ഫിഷിങ്. അജി അജി അപ്പോൾ നമ്മൾ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ, നല്ല വെയിലുണ്ട്. അപ്പോൾ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ ആയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ബോട്ട് ഇതാ ഫിഷിങ്ങിന് വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആകെ ഒരാൾക്ക് മാത്രമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ, ഒരു നേപ്പാളി ബായിക്ക് മാത്രമാണ് മീൻ കിട്ടിയിട്ടുള്ളത്. നല്ല അടിപൊളി ഒരു മീൻ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ചൂണ്ട ഇട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ബാറ്ററി ഓഫ് ആയിപ്പോയി. ചാർജ് തീർന്നതുകൊണ്ട് ഞാൻ ചൂണ്ടിടുന്ന ഭാഗം കിട്ടിയില്ല. ഞാൻ ഏകദേശം ഒരു 10-20 മിനിറ്റൊക്കെ നിന്ന് ഒന്നും കിട്ടിയില്ല. അപ്പോഴേക്കും ഫിഷിങ്ങിൻ്റെ ടൈം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ ഇനി വന്ന ഭാഗത്തേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവരും താഴെയാണ് ഇരിക്കുന്നത്. കണ്ടോ മലനിരകൾ, കണ്ടോ മലനിരകൾ, ഫുൾ മലനിരകൾ. അവിടെ ഒരു ബോട്ട് ഫിഷിങ്ങിനായിട്ട് പോയിട്ടുണ്ടോ, അതേ നേരെ കാണുന്നില്ലേ. എല്ലാവരും ക്ഷീണത്തിൽ ഇങ്ങനെ ഇരുന്നുറങ്ങാണേ. അപ്പോൾ നല്ല അടിപൊളി ഒരു ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവരും ഇവിടെ താഴത്ത് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ മുകളിൽ വന്നിരുന്ന് കാഴ്ചകളൊക്കെ കാണാണേ. അവിടെ ഒരു ബോട്ട് പോകുന്നുണ്ടോ. Excuse me, everybody get ready please. Collect your stuff, check your stuff, don't forget anything here, okay? അപ്പോൾ നമ്മളിതാ പോർട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ തിരിച്ച് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 4:30 ആയിട്ടോ. നമ്മൾ മേലെ പോയിട്ട് എല്ലാ സാധനങ്ങളും എടുക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ നമ്മൾ ട്രിപ്പ് ഇവിടെ എൻഡ് ചെയ്യാൻ വേണ്ടി പോവാണേ.
അപ്പോൾ നമ്മളിത് പോർട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. One more time, please. അപ്പോൾ ബസ്സുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ ബസ് ഏതാന്ന് കണ്ടുപിടിക്കണം. Excuse me, everybody check your stuff please, don't forget anything, okay? Hello, double check phone, sunglasses, don't forget anything please, okay? Guys, how was today? You like it? No, I didn't hear what you say. You like it? Yes. Thank you for good day. If you like today, big clap for our crew. Thank you. Thank you. One more. അങ്ങനെ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങിട്ടോ. അപ്പോൾ അടിപൊളി യാത്ര തന്നെയായിരുന്നു കേട്ടോ. ഇത്രയും അടിപൊളിയാവും ഞാൻ വിചാരിച്ചില്ല. നമ്മൾ കൊടുത്ത പൈസയ്ക്ക് ഇത് വെർത്താണ്. അപ്പോൾ ഈ ഒരു ട്രിപ്പ് നടത്തുന്നത് അറബ് എക്സ്പെഡീഷൻ എന്ന് പറയുന്ന ട്രാവൽ കമ്പനിയാണ് കേട്ടോ. അപ്പോൾ അവരാണ് ഈ ഒരു ട്രിപ്പ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്, വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി സർവീസും അതുപോലെ തന്നെ നല്ല പാക്കേജൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. ഈ ഒരു മുസണ്ടം ട്രിപ്പ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊന്നും വെറുതെ പറയുന്നതല്ല കേട്ടോ. നമ്മളിവിടെ വന്ന് എൻജോയ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണ്. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു മുസണ്ടം ട്രിപ്പ് കേട്ടോ. അപ്പോൾ ഇനി വരുന്ന ഒരുപാട് യാത്രകൾ ഇവരുടെ പാക്കേജ് വഴി തന്നെ എടുക്കാൻ ശ്രമിക്കും കേട്ടോ. ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നല്ല സർവീസും കൂടിയാണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ ഇവരുടെ തന്നെ ബോട്ടുണ്ട്, അതുപോലെ തന്നെ ഇവർക്ക് തന്നെ ബസ് സർവീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ തന്നെ ബോട്ടിലാണ് നമ്മൾ രാവിലെ തൊട്ട് ഈ നേരം വരെ നമ്മൾ കഴിച്ചു കൂട്ടിയത്. അപ്പോൾ നമ്മുടെ ബസ് അങ്ങനെ മുമ്പിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ചേട്ടാ എന്തായാലും താങ്ക്സ് കേട്ടോ. അടിപൊളിയായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ചേട്ടനും അറബ് എക്സ്പെഡീഷൻ എന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ചേട്ടൻ്റെ പേര് ശ്യാം. അപ്പോൾ ഈ ചേട്ടനും ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവരുടെ പാക്കേജ് എടുത്ത് വരുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടുന്ന് നമ്മൾ ഇറങ്ങാണ്. അപ്പോൾ എന്തായാലും ചേട്ടാ ശരി. അപ്പോൾ നമ്മുടെ ബസ് ഇതാ മുമ്പിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ മുസണ്ടത്തിൻ്റെ വീഡിയോസ് ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.